ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ മോളെ ടാബ് എന്തോ പ്രശ്നമായതുകൊണ്ട് പിന്നെ ഈ ഫോണാണ് ഓക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനോ അതോ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഇടാനും ലേറ്റായി പോകുന്നത്. അപ്പോൾ ഞാൻ ഓളെ ടാബ് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നരാടെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ എണീച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടന്ന് അതിന് ശേഷമാണ് പിന്നെ ഞാൻ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കിടന്നത്. അപ്പോൾ ഇന്ന് പുട്ടും പിന്നെ മട്ടൻ കറിയാണ് ഉണ്ടാക്കിയത്. മട്ടൻ കറി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മക്കളെല്ലാം എണീക്കാനും കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ എന്താ പറയാൻ അങ്ങനെ ലേറ്റായിട്ടുള്ള അന്ന് കഴിക്കെല്ലാം ചെയ്യാൻ വെള്ളിയാഴ്ചയാണ് അധികം അങ്ങനെ ആയിപ്പോവാൻ. എല്ലാവരും ലേറ്റായിട്ട് എണീക്കുമ്പോൾ നാസ്ത കഴിക്കാനും ലേറ്റാവും, അതുപോലെ തന്നെ ചോറ് കഴിക്കാനും ലേറ്റാവും. ഞാനിത് കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിനി വെള്ളിയാഴ്ച അധികം ലേറ്റായിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കലെന്ന്. അങ്ങനെ ഇതാ നമ്മളെ പുട്ടും പിന്നെ അതുപോലെ തന്നെ മട്ടൻ കറിയെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോറിൻ്റെ പണിയിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കുന്നത് കല്ലുമ്മക്കായ് ചോറാണ്, നമ്മൾ ഇറച്ചിച്ചോറെല്ലാം വെക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്, ഹസ്ബൻഡിൻ്റെ ഉമ്മ. അപ്പോൾ നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ്, നല്ല ഇറച്ചിയുണ്ട് ഇതിൽ. അപ്പം ഞാൻ ഈ കല്ലുമ്മക്കായൻ്റെ ചോറിൻ്റെ റെസിപ്പി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഞാനിത് സാധാരണ നമ്മൾ ചെമ്മീൻ ചോറലില്ല, ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചിന് ചെമ്മീൻ ചോറിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. ഇത് കല്ലുമ്മക്കായ, അത് ചെമ്മീൻ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് ചോറ് വെക്കുന്നതല്ലോ. അപ്പോൾ കണ്ടേ, ഇതാ നല്ല ഇറച്ചിയുണ്ട് ഇതിന്. അപ്പോൾ ചോറ് വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അപ്പം ഞാനിതാ ഈ ഒരു കല്ലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ട് മസാല ആദ്യം തന്നെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നീളത്തിൽ മുറിച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. ഉള്ളി നല്ലോണം വാടണേ. ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് ഞാൻ അപ്പം പറയുന്ന പോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു എന്താ പറയുക വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ 10 പച്ചമുളകാണ് എടുത്തത്, നല്ല എരിവുള്ള മുളക് ഇത്. എന്നിട്ട് ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് എന്നിട്ട് അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ 3 തക്കാളിയാണ് എടുത്തത്. ഈ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സീൻ്റെ ജാറിൽ തന്നെയാണ് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചതച്ചെടുത്ത ആ ജാറിൽ തന്നെ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. നമ്മൾ പൊടിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ, നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ നിന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കാം. പിന്നെ കല്ലുമ്മക്കായ് ഉമ്മ എന്താ പറയുക വേവിച്ചിട്ട് പൊരിച്ചിട്ടെല്ലാം കൊടുത്തയച്ചതാണ്, അതുകൊണ്ട് പിന്നെ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനിത് ആ കല്ലുമ്മക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ആ കല്ലുമ്മക്കായൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് ആ മസാലയിലൊന്ന് പിടിച്ച് വരട്ടെ. എന്നിട്ട് അത് ഞാനൊരു 2 മിനിറ്റാണ് അടച്ച് വെച്ചത്. അതിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ട് പിന്നെ പുളിനാരങ്ങൻ്റെ നീര്, 1 പുളിനാരങ്ങൻ്റെ നീരാണ് ചേർത്ത് കൊടുത്തത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലങ്ങനെ കൂടുതൽ ഗ്രേവിയൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ സാധാരണ നെയ്ച്ചോറിന് എത്രയാണ് വെള്ളം എടുക്കുന്നത് ആ കറക്റ്റ് അളവ് തന്നെ ഒഴിച്ചെടുത്താൽ മതി, നമ്മൾ കുറക്കൊന്നും വേണ്ട. ഇതങ്ങനെ ഗ്രേവിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഉപ്പ് പോരാറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ നേരിയ അരി ഒരു 3 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഞാനപ്പോൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അരി അളക്കൽ. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്.
അരി ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ RKGയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു, 4 ഏലക്കായ, ഒരു കഷ്ണം പട്ട, പിന്നെ വേണ്ടത് നീളത്തിൽ മുറിച്ച് വെച്ച ഉള്ളി. അത് ഞാൻ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. എന്നിട്ട് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിലാണ് എടുത്തത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിയാന്നല്ല എടുത്തത്. അപ്പം 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. നമ്മളെ മസാലയിൽ അങ്ങനെ കൂടുതൽ ഗ്രേവിയൊന്നുമില്ല, അതുകൊണ്ട് കറക്റ്റ് അളവ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പുളിനാരങ്ങൻ്റെ നീരും പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിൻ്റെ വെള്ളം വറ്റാനാകുന്ന സമയത്ത് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കണ്ട, കൂടുതൽ ഗ്രേവിയൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് ഈ ചോറ് കിട്ടും. ഞാനിതിൽ ലേശം കൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചോറും ഈ മസാലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ഈ ചോറ് ഇതുപോലെ വെക്കുന്നതാണെങ്കിൽ, അഥവാ ചെമ്മീനും പിന്നെ കല്ലുമ്മക്കായിനെ കൊണ്ട് വെക്കുന്നതാണെങ്കിൽ എന്താ പറയുക, ചോറ് വെക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിലും കല്ലുമ്മക്കായ്ക്ക് നമ്മൾ അങ്ങനെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലല്ലോ വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറച്ചിക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമുള്ളൂ ചോറ് വെക്കുന്ന സമയത്ത്. അന്നേരം പിന്നെ എന്തായാലും 1-1.5 ഗ്ലാസ് വെള്ളമെങ്കിലും മസാലയിൽ ഉണ്ടാവും. ചെമ്മീൻ്റെയും കല്ലുമ്മക്കായിൻ്റെ മസാലയിൽ അങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ചല്ല ഒഴിച്ചു കൊടുക്കാൻ. ഞാനിത് പറയാൻ കാരണം, കുറേ ആൾക്കൊന്നും ഈ ഇറച്ചിച്ചോറ് വെച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുറേ ആൾക്ക് വെള്ളം കൂടിപ്പോന്ന്, കുറേ ആൾക്ക് പിന്നെ വെള്ളം കുറഞ്ഞിട്ട് ചോറ് വേകുന്നില്ല, അങ്ങനെ കുറേ ആളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കൈയിട്ടെടുത്ത്. ഇനി ചോറ് നമ്മളൊന്ന് നല്ലോണം വെള്ളം വറ്റിയ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ചോറ് അടിക്കുടിച്ചു. അപ്പോൾ ഞാൻ പാത്രം കൈയിട്ടെടുത്തതിന് ശേഷം ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം അതും തുടച്ച് വൃത്തിയാക്കി. ഇനി ഗ്യാസ് അടുപ്പൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അത് ഈ ചോറ് ഇറക്കി കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചോറിടാൻ റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായ കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഈ ചോറ്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഞാൻ ഇതാ നിങ്ങൾക്ക് കല്ലുമ്മക്കായ കാണിച്ചിരുന്നത്, നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായാണ്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് പിന്നെ എന്താ പറയുക, കിട്ടാൻ ക്ഷാമമൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടാത്തത്. ഇവിടുന്ന് ചിലപ്പം സഫാരി മാളിലും നെസ്റ്റൊന്നും കിട്ടുന്നല്ലാണ്ട് അതന്നെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കല്ലുമ്മക്കായ ചോറല്ലേ വെക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിനി. രാത്രി ഇതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും രാത്രി ഇതന്നെ മതിയെന്നും പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങിയാലോ പിന്നെ എന്താ പറയുക, നമ്മൾ റൂമിലെത്തുമ്പോൾ തന്നെ ലേറ്റ് ആയി, അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക ചെയ്തത്. എന്നിട്ട് പിറ്റേന്ന് ഉച്ചക്ക് ചൂടാക്കിയിട്ട് കഴിക്കുക ചെയ്തത് കല്ലുമ്മക്കായ ചോറ്. അപ്പോൾ പിറ്റേന്ന് ചൂടാക്കിയിട്ട് കഴിക്കും വേറെ തന്നെ ഒരു ടേസ്റ്റാണെന്നല്ല, ബിരിയാണി ആയാലും ഇറച്ചിച്ചോറെല്ലായാലും. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക ചെയ്തത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഇറച്ചിപ്പത്തിലും പിന്നെ ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനതിൽ എന്താ പറയുക, ഉന്നക്കായൻ്റെ കായ് വേവിക്കുന്നതും പിന്നെ ഇറച്ചിപ്പത്തിൻ്റെ ഇറച്ചി വേവിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിന്, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് പിന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ട് കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞത് പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് പോയതും ചായം കുടിച്ചതിന് ശേഷം. പിന്നെ ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കുറച്ച് നേരത്തെയാണല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് ഏതായാലും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ പുറത്തിറങ്ങാമെന്ന് അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഇതാ നമ്മളെ കട്ടൻ ചായ നിന്നുണ്ടാക്കിയത്. ഇന്നല്ല, അധികവും കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോയത് ഐക്യയിലാണ്.
അപ്പോൾ അയക്കൽ കുറച്ച് ദിവസമായി പോകാത്ത, പിന്നെ എനിക്ക് 1-2 സാധനം വാങ്ങാനുണ്ട്, അങ്ങനെ പോയതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അയക്കിൽ തന്നെയാണ് ഫുഡ് കഴിച്ചത്. അവിടെ മേലയിൽ ഫുഡ് കോർട്ട് ഉണ്ട്, എന്നിട്ട് അവിടെ തന്നെയാണ് പിന്നെ ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഉച്ചക്ക് ചോറ് വെച്ചിട്ട് രാത്രിക്കും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചതെന്ന്. അപ്പോൾ പിന്നെ പുറത്ത് പോയി എന്തായാലും ലേറ്റാവും, നമ്മൾ മഗ്‌രിബിന് ശേഷമല്ലേ പുറത്തിറങ്ങിയതും. അതുകൊണ്ട് പിന്നെ റൂമിലെത്തിയിട്ട് ചോറ് കഴിക്കലും എല്ലാം ആകുമ്പോൾ പിള്ളേർക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കുക. അയക്കിന്ന് മേലെ പോയിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.